പ്രത്യാശയുടെ കാലമാണ് നോമ്പ് കാലം. ഈശോ ലോകരക്ഷകനാണെന്ന് ലോകമറിയുന്ന കാലഘട്ടമാണിത്. പീഡാസഹനങ്ങളിലൂടെ, വിധിവാചകങ്ങളിലൂടെ ഒരു കുറ്റവും ചെയ്യാത്ത യേശുനാഥൻ വധിക്കപ്പെടുമ്പോൾ നമ്മളെ ഏറെ ചിന്തിപ്പിക്കുന്ന പീഡനങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരുന്ന ഒരു ചിന്ത, നമുക്ക് പീഡനങ്ങൾക്കപ്പുറം രക്ഷയുണ്ട് എന്നുള്ള കാര്യമാണ്. സഹനം രക്ഷയുടെ വാതിലാണെന്ന് ഈശോ നമ്മളെ പഠിപ്പിക്കുകയാണ്. പലപ്പോഴും നമ്മൾ മറന്നു പോകുന്നൊരു കാര്യം, ഈശോ നമുക്ക് വേണ്ടി സഹിച്ചിട്ടുണ്ട്. ആ സഹനത്തിലൂടെ അവിടുന്ന് രക്ഷ സാധ്യമാക്കി എന്നുള്ള കാര്യമാണ്. ഇനിയും നമ്മൾ ആ സഹനത്തെ രക്ഷയുടെ വാതിലായി കാണാൻ മറന്നുപോയിട്ടുണ്ടോ എന്ന് ചിന്തിക്കേണ്ട കാലമാണ് നോമ്പ് കാലം. രക്ഷയുടെ ഉയർപ്പിൻ്റെ ഒരു മൂന്നാം നാൾ നമ്മുടെയും ജീവിതത്തിലുണ്ടെന്ന് നമ്മൾ എന്ന് തിരിച്ചറിയുന്നോ, അന്ന് നമ്മളുടെ എല്ലാ സഹനങ്ങൾക്കും വിലയുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുകയാവും. ഒത്തിരി ആശ്വാസം കിട്ടുന്ന ഒരു ചിന്ത ഇതാണ്: നമ്മുടെ എല്ലാം സഹനത്തിന് വിലയുണ്ട്. അതിലൂടെ ദൈവം വാഗ്ദാനം ചെയ്ത രക്ഷ നമ്മൾ സ്വന്തമാക്കുകയാണ് എന്നുള്ളതാണ്. രക്ഷയുടെ വാതിലായി ഈ നോമ്പുകാലം മാറട്ടെ എന്ന് ആശംസിക്കുന്നു.